ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. ഇന്ന് നമ്മൾ കേഡറ്റ് സീറ്റഡ് എക്സാമുകൾക്ക് കോമൺ ആയിട്ടുള്ള സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസിലൂടെയാണ് ഓരോ ചോദ്യത്തിലൂടെയും കടന്നു പോകുന്നത്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും പോയിന്റുകൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ ചോദ്യം ഇതാണ്. Read the following statement. Statement ആയിട്ട് തന്നിരിക്കുവാണ്. അസേർഷനും ഉണ്ട്, റീസണും ഉണ്ട്. Assertion: the purpose of administering intelligence test and extended observation should be to compare children in specific domains and abilities. Reason: intelligence is an innate ability and cannot be nurtured. Choose the correct option. അപ്പൊ അസേർഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്റലിജൻസ് ടെസ്റ്റുകളും എക്സ്റ്റെൻഡഡ് ഒബ്സർവേഷനുകളും നടത്തുന്നത് അതിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ചില പ്രത്യേക ഡൊമൈനുകളിൽ അല്ലെങ്കിൽ എബിലിറ്റികളിൽ കുട്ടികൾ എന്ത് ചെയ്യാനാണ്? അവരെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവരുടെ ഇന്റലിജൻസ് ടെസ്റ്റും എക്സ്റ്റെൻഡ് ഒബ്സർവേഷൻ നടത്തിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ സ്പെസിഫിക് ഡൊമൈനുകളും എബിലിറ്റീസും നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. റീസൺ കൊടുത്തേക്കുന്നത് ഇന്റലിജൻസ് ഈസ് ആൻ ഇന്നേറ്റ് എബിലിറ്റി. ഇന്റലിജൻസ് ജന്മനാൽ ലഭിക്കുന്ന ഒരു കഴിവാണ്. ആൻഡ് കനോട്ട് ബി നർച്ചേർഡ്. പിന്നീട് നമുക്ക് എന്താണത് പരിപോഷിപ്പിക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് ഓപ്ഷൻസ് വരുന്നത് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് false. Both A and R are false. Both A and R are true and R is the correct explanation of A. നമുക്ക് ഇവിടെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചു? നമ്മുടെ ഫസ്റ്റ് അസേർഷൻ പറഞ്ഞിരുന്നത് ശരിയായിരുന്നു അല്ലെ? പക്ഷെ റീസൺ ശരിയാണോ? ഇന്നേറ്റ് എബിലിറ്റി ആയ ഇന്റലിജൻസ് പിന്നീട് നമുക്ക് നർച്ചർ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയാണോ? അല്ല. അപ്പൊ നമ്മുടെ ആൻസർ എങ്ങനെ വരും? A is true but R is false. അസേർഷൻ ശരിയായിരുന്നു. ഇന്റലിജൻസ് ടെസ്റ്റുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഹെൽപ്പ് ഐഡന്റിഫൈ ചിൽഡ്രൻസ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഇൻ ഡിഫറെന്റ് ഡൊമൈൻ ഫോർ എഡ്യൂക്കേഷണൽ പ്ലാനിങ്. എഡ്യൂക്കേഷണൽ പ്ലാനിങ്ങിന് വേണ്ടി കുട്ടികളുടെ എന്താണ് സ്ട്രെങ്തും വീക്ക്നെസ്സും പല ഡൊമൈനുകളിൽ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ഇന്റലിജൻസ് ടെസ്റ്റുകൾ. പക്ഷെ റീസണിൽ എന്താ പറഞ്ഞത്? മോഡേൺ സൈക്കോളജിയിൽ ഇന്റലിജൻസിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇറ്റ് ക്യാൻ ബി ഡെവലപ്ഡ് ത്രൂ എഡ്യൂക്കേഷൻ, എൻവയോൺമെന്റ്, ന്യൂട്രീഷൻ ആൻഡ് എക്സ്പീരിയൻസ്. നമുക്ക് എഡ്യൂക്കേഷനിലൂടെ, എൻവയോൺമെന്റിലൂടെ, ന്യൂട്രീഷനിലൂടെ, എക്സ്പീരിയൻസിലൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇന്റലിജൻസ്. ഇറ്റ് ഈസ് നോട്ട് പ്യൂർലി പൂർണ്ണമായിട്ടും പ്യൂർലി നമുക്ക് എന്താണ് ജന്മനാൽ ലഭിക്കുന്ന ഒന്നാണെന്ന് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. അടുത്ത ചോദ്യം. A teacher who consciously takes examples of scientists of all genders in her middle school classroom is trying to. ഒരു മിഡിൽ സ്കൂൾ ക്ലാസ് റൂമിൽ ടീച്ചർ എന്ത് ചെയ്യുന്നു? കുട്ടികൾക്ക് എക്സാമ്പിൾ സയന്റിസ്റ്റുകളുടെ കൊടുക്കുമ്പോൾ എല്ലാ ജെൻഡറിൽ പെട്ടവരെയും ഉൾപ്പെടുത്തുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണ്? കോൺഷ്യസ്ലി, ഡെലിബറേറ്റ്ലി ആ ടീച്ചർ അങ്ങനെ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? reinforce gender discrimination, enable gender identity, construct gender constancy, ബ്രേക്ക് ജെൻഡർ സ്റ്റീരിയോടൈപ്സ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? തീർച്ചയായിട്ടും എല്ലാ ജെൻഡറിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും? ഒരൊറ്റ ഉദ്ദേശ്യം ഉണ്ടാകത്തുള്ളൂ അല്ലെ? ബ്രേക്ക് ജെൻഡർ സ്റ്റീരിയോടൈപ്പ്. ആ ഒരു ജെൻഡറിന്റെ പേരിലുള്ള സ്റ്റീരിയോടൈപ്പുകൾ ഒഴിവാക്കാനായിട്ടല്ലേ? അല്ലാതെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ആ ഒരു ലിംഗത്തിന്റെ പേരിലുള്ള ആ ഒരു വിവേചനത്തിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ജെൻഡർ ഐഡന്റിറ്റി എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ജെൻഡർ കോൺസ്റ്റൻസി കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ല. പകരം എന്താണ്? മെയിൽ, ഫീമെയിൽ ആൻഡ് അതർ ജെൻഡർ. അപ്പൊ നോക്കിക്കേ, നമുക്ക് പുതിയ നമ്മുടെ പഠന സിലബസിലാണെങ്കിലും എന്ത് ചെയ്തു? മെയിൽ, ഫീമെയിൽ എന്നുള്ള മാത്രമല്ല മറ്റു ജെൻഡറുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലേ? അപ്പൊ മെയിൽ, ഫീമെയിൽ ആൻഡ് അതർ ജെൻഡർ സയന്റിസ്റ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഉൾപ്പെടുത്തി അവരുടെ എക്സാമ്പിൾസ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ചാലഞ്ച് സ്റ്റീരിയോടൈപ്പ് ദാറ്റ് സയൻസ് ബിലോങ് ടു ഓൺലി വൺ ജെൻഡർ. ഒരു സ്റ്റീരിയോടൈപ്പ് ആയിരുന്നു അല്ലെ? പണ്ടുള്ള ഒരു സ്റ്റീരിയോടൈപ്പ് ആയിരുന്നു. ശാസ്ത്രം എന്ന് വെച്ചാൽ അത് പുരുഷന്മാർക്ക് വേണ്ടി മാത്രം എന്നുള്ള ഒരു കാഴ്ചപ്പാട് മുമ്പുണ്ടായിരുന്നു. ആ ഒരു കാഴ്ചപ്പാടിനെ, ആ ഒരു മുൻധാരണയെ, ആ ഒരു മിഥ്യാധാരണയെ എന്താണ് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പല ജെൻഡറിലുള്ള ആളുകളെ ടീച്ചർ കുട്ടികൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഇറ്റ് പ്രൊമോട്ട് ഇക്വാളിറ്റി ആൻഡ് ഇൻക്ലൂസീവ്നെസ്. അപ്പൊ എന്താണ്? എല്ലാവരിലും ഒരു ഐക്യം, അതോടൊപ്പം തന്നെ എന്താണ്? എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന ഒരു ഇൻക്ലൂസീവ്നെസ്സും അവിടെ ഉണ്ടാകുന്നു. അടുത്തത് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. അസേർഷൻ: all girls are hardworking and sincere while boys are intelligent and dominating. Reason: two distinctive biological brains produce all differences in physical and cognitive skills as well as personalities and temperament in girls and boys. അസേർഷൻ എന്താ പറഞ്ഞേക്കുന്നത്? പെൺകുട്ടികൾ ഹാർഡ് വർക്കിംഗ് ആണ്, സിൻസിയർ ആണ്. ആൺകുട്ടികളെ ഇന്റലിജന്റ് ആണ്, ഡോമിനേറ്റിംഗ് ആണ്. റീസൺ കൊടുത്തേക്കുന്നത് എന്താണ്? അപ്പം രണ്ടുപേരുടെ ബയോളജിക്കൽ ബ്രെയിൻ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഫിസിക്കൽ ആൻഡ് കോഗ്നിറ്റീവ് ആയിട്ട് സ്കില്ലുകളാവട്ടെ, പേഴ്സണാലിറ്റി ടെമ്പർമെന്റും ആവട്ടെ, അത് വ്യത്യസ്തമാവാനുള്ള കാരണം ഈ ഒരു ബയോളജിക്കൽ ബ്രെയിൻ ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം.
Both A and R are true, but R is not the correct explanation of A. A is true, but R is false. Both A and R are false. Both A and R are true, and R is the correct explanation of A. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? എന്റെ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോ തന്നെ നമുക്ക് കത്തിയല്ലേ, ബോത്ത് എ ആൻഡ് ആർ ആർ ഫാൾസ്. ഇത് തെറ്റായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞേക്കുന്നത്? അപ്പൊ നമ്മളെ മുൻപത്തെ ചോദ്യത്തിൽ ആ ഒരു മുൻധാരണ എന്ത് ചെയ്യാം, അതിനെ പൊളിച്ചെടുക്കുക എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോ എന്താണ് ഇങ്ങനെയുള്ള ഒരു മുൻധാരണ വെച്ച് പുലർത്തുന്നതിനെ പറ്റിയാണ് ഈ ഒരു ചോദ്യത്തിൽ കാണാൻ കഴിഞ്ഞത്. അപ്പൊ നമ്മുടെ അസേർഷനും തെറ്റാണ്, റീസണും തെറ്റാണ്. നമ്മൾ ആദ്യം പറഞ്ഞ അസേർഷൻ എന്തായിരുന്നു? ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് ആയിരുന്നു അല്ലെ? നമ്മൾ മുമ്പ് പറഞ്ഞ അതേ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്. ഹാർഡ് വർക്കിംഗ് ആൻഡ് സിൻസിയർ, ഇന്റലിജന്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു ജെൻഡറിനെ നമ്മൾ അവിടെ കൊടുക്കുമ്പോൾ, അവിടെ ജെൻഡറുമായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ്? ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് ആണ്, അതൊരിക്കലും ഒരു ഫാക്ട് അല്ല. റീസണും തെറ്റാണ്. കാരണം എന്താ? റീസൺ ഈസ് ഓൾസോ ഫോൾസ് ബിക്കോസ് എബിലിറ്റീസ് ആൻഡ് പേഴ്സണാലിറ്റീസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ. ഒരു വ്യക്തിയുടെ എബിലിറ്റി ആവട്ടെ പേഴ്സണാലിറ്റി ആവട്ടെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്താണ്? ബയോളജിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്, അല്ലാതെ ബയോളജി മാത്രമായിട്ടല്ല. ബയോളജിക്കൽ ബ്രെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ഒരു സംഗതി ഇല്ല. അടുത്ത ചോദ്യം, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ ലേണിംഗ് പ്രിഫറൻസ് ഓഫ് സ്റ്റുഡൻസ് ഷുഡ് ബി സീൻ ആസ്. കുട്ടികളുടെ ഇടയിൽ എന്താണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസ്, വ്യക്തി വൈവിധ്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെയാണ് നോക്കി കാണേണ്ടത്? കോഗ്നിറ്റീവ് അബ്നോർമാലിറ്റി എമോങ് സം ചിൽഡ്രൻ, ഡെവലപ്മെന്റൽ ഡെഫിസിറ്റ്സ് എമോങ് സം ചിൽഡ്രൻ, നോർമൽ ഡിപിക്ഷൻ ഓഫ് ഡൈവേഴ്സിറ്റി, അബ്നോർമൽ പാരാമീറ്റേഴ്സ് ഓഫ് ദിയർ ഡിഫറിംഗ് ഐക്യു ലെവൽ. ചില കുട്ടികളുടെ കോഗ്നിറ്റീവ് അബ്നോർമാലിറ്റി ആണോ, അതോ ചില കുട്ടികളുടെ ഡെവലപ്മെന്റൽ ഡെഫിസിറ്റ്സ് ആണോ, ഒരു നോർമൽ ഡിപ്പിക്ഷൻ, വൈവിധ്യങ്ങൾ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു നോർമൽ ഡിപ്പിക്ഷൻ ആണോ, അല്ലെങ്കിൽ എന്താണ് നോർമൽ പാരാമീറ്റർ? പലർക്കും ഐക്യു ലെവൽസ് വ്യത്യസ്തമാണ്. അപ്പൊ എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മോഡേൺ പെഡഗോജിക്കൽ അപ്രോച്ച് വെക്കുമ്പോഴേ നമുക്കറിയാം എന്താണ് നോർമൽ ഡിപ്പിക്ഷൻ ഓഫ് ഡൈവേഴ്സിറ്റി. എല്ലാവരും ഒരുപോലെയാണോ? അല്ല. നമ്മുടെ മുൻപിൽ വരുന്ന, പഠിക്കാനായിട്ട് നമ്മുടെ മുൻപിലെത്തുന്ന ഓരോ കുഞ്ഞുങ്ങളും എന്താണ്? വ്യത്യസ്തരാണ്. സ്റ്റുഡൻസ് നാച്ചുറലി ഡിഫറെന്റ് ലേണിംഗ് സ്റ്റൈൽസ്, ഇൻട്രസ്റ്റ്, എബിലിറ്റീസ് ആൻഡ് പേസ്. അവരുടെ ലേണിംഗ് സ്റ്റൈൽ ആവട്ടെ, അവരുടെ ഇൻട്രസ്റ്റ് ആവട്ടെ, അവരുടെ എബിലിറ്റി ആവട്ടെ, അല്ലെങ്കിൽ ഒരു പഠിക്കെടുക്കുന്ന സമയമാവട്ടെ, എല്ലാം എന്താണ്? വ്യത്യസ്തമായിരിക്കും. These differences are normal part of classroom diversity, not abnormalities or deficits. ഇതൊക്കെ എന്താണ്? ക്ലാസ്റൂം ഡൈവേഴ്സിറ്റിയുടെ നോർമൽ പാർട്ടാണ്, അല്ലാതെ ഒരിക്കലും ഇതൊരു അബ്നോർമാലിറ്റിയോ ഡെഫിസിറ്റോ ഒന്നുമല്ല. ക്ലാസ് റൂമിലെ ആ ഒരു വൈവിധ്യം, നമ്മുടെ പുതിയ പഠന രീതി എന്താണ്? പലതരത്തിലുള്ള കുട്ടികളെ ഒന്നിച്ച് ഒരുപോലെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരേ കൂടെ കീഴിൽ കൊണ്ടുവന്ന് വിദ്യാഭ്യാസം നൽകുന്നു അല്ലെ? ആ ഒരു കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ചോദ്യം, the kind of assessment in which students' scores are compared with the average performance of other students is called. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ് പലതരം അസസ്മെന്റുകളെ പറ്റി. ചോദ്യം ഇങ്ങനെയാണ്, കൈൻഡ് ഓഫ് അസസ്മെന്റ് ആണ്. ഒരു കുട്ടിയുടെ സ്കോർ എന്ത് ചെയ്യുന്നു? മറ്റു കുട്ടികളുടെ ആവറേജ് പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഇവിടെ നമുക്ക് എന്ത് കാണാൻ കഴിഞ്ഞു? കമ്പാരിസൺ എന്നുള്ള കാര്യം വന്നു. അങ്ങനെയാണെങ്കിൽ അത് എന്ത് തരം അസസ്മെന്റ് ആണ്? ഫോർമാറ്റ് റെഫറൻസ്, നോം റെഫറൻസ്, സെൽഫ് റെഫറൻസ്, ക്രൈറ്റീരിയ റെഫറൻസ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ആൻസർ വരിക? ഫോർമാറ്റ് റെഫറൻസും സെൽഫ് റെഫറൻസ് എന്ന് പറഞ്ഞിട്ട് പൊതുവെ നമ്മൾ എന്താണ് അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് അസസ്മെന്റ് നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു സംഗതി നമ്മൾ എന്താണ് ജനറൽ ആയിട്ടുള്ളതല്ല. പിന്നെ നമുക്കുള്ള രണ്ട് ഓപ്ഷനാണ് നോം റെഫറൻസും ക്രൈറ്റീരിയൻ റെഫറൻസും. മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുക എന്ന് വരുമ്പോൾ അവിടെ എന്ത് വരും? നോം റെഫറൻസ് വരുമല്ലേ? അപ്പൊ അവിടെ എന്താണ്? കമ്പയർ സ്റ്റുഡൻസ് വിത്ത് വൺ അനദർ. നമ്മൾ മുമ്പ് ഒരു കോഡ് പഠിച്ചിട്ടുണ്ടല്ലേ, നെയ്ബേഴ്സ് എന്നുള്ള കോഡ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. നെയ്ബേഴ്സ് എന്താണ്? ഒരു കുട്ടിയെ മറ്റൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യുന്നു. നോം റെഫറൻസ് ആ ഒരു എന്നും ആറും ഇയും ഒക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്തു? ആ നെയ്ബേഴ്സ് എന്നുള്ള ഒരു വാക്കിനെ നോം റെഫറൻസുമായിട്ട് കണക്ട് ചെയ്തു. പിന്നെ ഇത് മുമ്പ് വർഷത്തെ ചോദ്യമാണ്. നെയ്ബേഴ്സ് എന്ത് ചെയ്യുന്നു? കുട്ടികളുടെ മാർക്കുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നെങ്കിൽ അത് എന്ത് തരത്തിലുള്ള ഒരു അസസ്മെന്റ് ആണെങ്കിൽ എന്താ? നോം റെഫറൻസ്ഡ് അസസ്മെന്റ് ആണ്. കമ്പയർ സ്റ്റുഡൻസ് വിത്ത് വൺ അനദർ. എന്നാൽ എന്താ? ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് അവിടെ വരുമ്പോൾ എന്താണ്? കമ്പയർ സ്റ്റുഡൻസ് അഗൈൻസ്റ്റ് ഫിക്സഡ് ലേണിംഗ് ആൻഡ് സ്റ്റാൻഡേർഡ്. അവിടെ ഫിക്സഡ് ലേണിംഗ് സ്റ്റാൻഡേർഡ് കാണും. നമ്മുടെ കേട്ടഡ് എക്സാമിനേഷൻ ആവട്ടെ, അല്ലെങ്കിൽ സീറ്റഡ് എക്സാമിനേഷൻ ആവട്ടെ, അവിടെ ഒരിക്കലും മറ്റൊരാളുടെ മാർക്ക് വേറെ ആളായിട്ട് ബാധിക്കുന്നതോ കമ്പയർ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ഫിക്സഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് കാണും. അത് കടക്കുന്നോ ഇല്ലയോ എന്നതാണ് ക്രൈറ്റീരിയൻ റെഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു കുട്ടിയുടെ പെർഫോമൻസ് മറ്റുള്ളവരുടെ ആവറേജ് പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ അത് നോം റെഫറൻസ്ഡും, അല്ലെങ്കിൽ ഫിക്സഡ് ലേണിംഗ് സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ അത് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡും ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ക്ലാസ് റൂം അസസ്മെന്റ്സ് ആർ കറക്റ്റ്? ക്ലാസ് റൂം അസസ്മെന്റുകളെ പറ്റിയിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റുകളാണ്. അസസ്മെന്റ് ഷുഡ് ഇൻഫ്ലുവൻസ് ദ സ്റ്റുഡൻസ് കോഗ്നിറ്റീവ് പ്രോസസ്സസ് വൈൽ ദേ സ്റ്റഡി. Assessment should serve as learning experience in themselves. Assessment should create fear and stress among students to get them to learn. Assessment should be standardized and non-referenced. ആദ്യം പറഞ്ഞേക്കുന്നത് എന്താണ്? അസസ്മെന്റ് കുട്ടികളുടെ
എങ്ങനെയായിരിക്കണം, ഷുഡ് ഇൻഫ്ലുവൻസ് സ്റ്റുഡൻസ് കോഗ്നേറ്റീവ് പ്രോസസ്. അവർ പഠിക്കുന്ന സമയത്ത് അവരുടെ കോഗ്നേറ്റീവ് പ്രോസസ്സിനെ എന്ത് ചെയ്യണം, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഗതി ആയിരിക്കണം. കാരണം അവരുടെ പഠനത്തിൽ ഒരു ഭാഗമായിട്ട് വരേണ്ടതാണ് അസസ്മെന്റ്. രണ്ട്, അസസ്മെന്റ് ഷുഡ് സെർവ് ആസ് ലേണിംഗ് എക്സ്പീരിയൻസ് ഇൻ ദംസെൽഫ്. കുട്ടികളിൽ തന്നെ അവരുടെ ഒരു പഠന അനുഭവമായിട്ട് സെർവ് ചെയ്യുന്നതായിരിക്കണം അസസ്മെന്റ്. അടുത്തത് എന്താണ്, അസസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിയറും സ്ട്രെസ്സും ഉണ്ടാക്കുന്ന ഒരു സംഗതിയാകണം. അവർ പഠിക്കാൻ വേണ്ടി എന്താണ്, പേടിപ്പിച്ച് പഠിപ്പിക്കുക എന്ന് പറയത്തില്ലേ, അങ്ങനെയുള്ള ഒരു സംഗതിയാവണം. അടുത്തത്, അസസ്മെന്റ് ഷുഡ് ബി സ്റ്റാൻഡേർഡൈസ്ഡ് ആൻഡ് നോൺ റെഫറൻസ്ഡ്. സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് മാത്രമേ, അല്ലെങ്കിൽ എന്താണ്, അതോടൊപ്പം തന്നെ നോൺ റെഫറൻസ് കമ്പയർ ചെയ്തുകൊണ്ട് മാത്രമേ നടത്താൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇപ്പൊ ഏതൊക്കെയായിരിക്കും ശരി, ഏതൊക്കെയാണ് തെറ്റെന്ന്. നമുക്ക് ഈ ഒരു രീതിയിലാണ് ഓപ്ഷൻസ് വരുന്നത്. 1 and 2, 2, 3 and 4, 1, 2, 3 and 4, 1 and 3. അപ്പൊ നോക്കിക്കേ, നമുക്ക് വായിച്ചപ്പോ തന്നെ മനസ്സിലാക്കി 1ഉം 2ഉം സ്റ്റേറ്റ്മെന്റ് എന്താണ്, ശരിയാണ്. എന്നാൽ പേടി ഉണ്ടാക്കുക, കുട്ടികളെ കമ്പയർ ചെയ്യുക എന്നതൊക്കെ വരുമ്പോഴത്തേക്ക് എന്താണ്, തീർച്ചയായിട്ടും അവിടെ ചേർന്ന് പോകുന്നതല്ല. തേർഡ് വൺ എന്താണ് പറഞ്ഞത്, അസസ്മെന്റ് ഷുഡ് റെഡ്യൂസ് ഫിയർ നോട്ട് ടു ക്രിയേറ്റ് ഇറ്റ്. അസസ്മെന്റ് നടത്തുന്നത് എന്താണ്, കുട്ടികൾക്ക് പരീക്ഷയോടുള്ള ഒരു പേടി കുറഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്, അല്ലെ, അല്ലാതെ പേടി കൂട്ടാനല്ലല്ലോ. സിമിലർലി ക്ലാസ് റൂമിൽ അസസ്മെന്റുകൾ എപ്പോഴും സ്റ്റാൻഡർഡൈസ്ഡ് ആവണമെന്നില്ല. എല്ലാ സാഹചര്യങ്ങളും നടത്താൻ പറ്റിയെന്നിരിക്കില്ല, നോൺ റെഫറൻസ്ഡ് ആക്കി നടത്താൻ പറ്റിയെന്നിരിക്കത്തില്ല. പല ടൈപ്പ് പരീക്ഷകളിലും നോൺ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടും ക്രൈറ്റീരിയ റെഫറൻസ്ഡ് ആയിട്ടും ഒക്കെ എന്താണ്, നമുക്ക് ക്ലാസ് റൂം അസസ്മെന്റുകൾ നടത്തേണ്ടി വരും. അടുത്ത ചോദ്യം, which of the following questions would promote high order critical and analytical thinking skills among the students? കുട്ടികളിലെ high order critical and analytical thinking skill വളർത്താനായിട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഏത് ക്വസ്റ്റ്യൻ ചോദിക്കാം? Identify the nouns mentioned in a specific newspaper article. Read the newspaper articles and make a list of new words. Read the newspaper article and think of a suitable title. Identify the assumptions underlying 2 newspaper articles depicting the same event. കുട്ടികളെ കുറിച്ചൊരു ഹയർ ലെവലിലോട്ട്, അവരുടെ ഒരു കോഗ്നിറ്റീവ് എബിലിറ്റിയിൽ ഹയർ ലെവലിൽ ചിന്തിക്കാനായിട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇതിൽ ഏത് ചോദ്യമാണ് കുട്ടികൾ ചോദിക്കാൻ പറ്റുക? സ്പെസിഫിക് ന്യൂസ് പേപ്പർ ആർട്ടിക്കിളിലെ നൗണുകൾ കണ്ടെത്തുക, അല്ലെങ്കിൽ എന്താണ്, ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ വായിച്ചിട്ട് ന്യൂ വേർഡ്സിന്റെ ലിസ്റ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ വായിച്ചിട്ട് സ്യൂട്ടബിൾ ടൈറ്റിൽ കണ്ടെത്തുക. നാലാമത്തെ ഓപ്ഷൻ നോക്കുകയും 2 ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ എടുത്തിട്ട് സെയിം ഈവന്റ് ഡെപിക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള അസംഷൻ എന്ത് എന്ന് കണ്ടെത്തുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഹൈ ഓർഡർ ചിന്തിക്കാൻ, ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ ഹൈ ഓർഡർ ആയിട്ട് ചിന്തിക്കാൻ വല്ലതും ഉണ്ടോ? ഇല്ല. പക്ഷെ ലാസ്റ്റ് പറഞ്ഞ ഐഡന്റിഫൈ ദ അസംഷൻ അണ്ടർലൈൻ 2 ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ ഡെപിക്ടിംഗ് ദ സെയിം ഈവന്റ്, അവിടെ എന്താണ്, ഹൈ ഓർഡർ ക്രിട്ടിക്കൽ ആൻഡ് അനലിറ്റിക്കൽ സ്കിൽസ് നമുക്ക് പ്രൊമോട്ട് ചെയ്യും. അപ്പൊ അവിടെ വരുമ്പോൾ കുട്ടി എന്താ ചെയ്യുക, ദിസ് റിക്വയർസ് സ്റ്റുഡൻസ് ടു കമ്പയർ, അനലൈസ്, ഇവാലുവേറ്റ് ആൻഡ് ഐഡന്റിഫൈ ബയസ്. അപ്പൊ എന്താണ്, 2 കമ്പയർ ചെയ്ത് അവിടെ അതിനെ അനലൈസ് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു, എന്തെങ്കിലുമൊക്കെ ബയാസ് ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും പക്ഷഭേദം ഉണ്ടെങ്കിൽ കണ്ടെത്തുന്നു. അപ്പൊ അതൊക്കെ എന്താണ്, അതെ ഹൈ ഓർഡർ തിങ്കിങ് സ്കിൽസ്, ബ്ലൂംസ് ടാക്സോണമി അനുസരിച്ച് ഹൈ ഓർഡർ തിങ്കിങ് സ്കിൽസ് ആണ്. അടുത്ത ചോദ്യം അസേർഷൻ റീസൺ ആണ്. Assertion. Students with poor writing abilities are often stereotyped by their teachers as intellectually disabled. Reason, teachers tend to have implicit bias and hard assumptions about students' learning behavior that can affect students' growth. അസേർഷൻ കൊടുത്തേക്കുന്ന പൂവർ ആയിട്ടുള്ള റൈറ്റിംഗ് എബിലിറ്റീസ് ഉള്ള കുട്ടികളെ പലപ്പോഴും എന്താണ് സ്റ്റീരിയോടൈപ്പ് ചെയ്യപ്പെടുന്നു, ഇന്റലക്ച്വലി അവർ ഡിസേബിൾഡ് ആണെന്നും പലപ്പോഴും സ്റ്റീരിയോടൈപ്പ് ചെയ്യപ്പെടുന്നു. റീസൺ കൊടുത്ത എന്താണ്, ടീച്ചേഴ്സിന് അങ്ങനെ ഒരു പ്രയാസമുണ്ട്, എന്താ, ലേണിംഗ് ബിഹേവിയർ കുട്ടിയുടെ സ്റ്റുഡന്റ് ഗ്രോത്തിനെ എഫക്ട് ചെയ്യും എന്നുള്ള ഒരു അസംഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് വരുമ്പോൾ both A and R are true but R is not the correct explanation of A. A is true but R is false. Both A and R are false. Both A and R are true and R is a correct explanation of A. നമുക്ക് എങ്ങനെ ആൻസർ വരിക? both A and R are true and R is a correct explanation of A. പലപ്പോഴും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണല്ലേ നമ്മുടെ കരിക്കുലത്തിൽ പറ്റുന്ന. ടീച്ചേഴ്സ് അൺകോൺഷ്യസ് ആയിട്ട് പലപ്പോഴും ബയാസ്ഡ് ആവുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഓരോ തവണയും എന്താണ്, ഈ ഒരു റൈറ്റിംഗ് ഡിസബിലിറ്റി അങ്ങനെ എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ അതിനെ ഒരിക്കലും ഒരു ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആക്കി കണക്കാക്കാൻ പാടില്ല. അങ്ങനെ കാണുന്നത് കൊണ്ടുള്ള ഫലങ്ങളെ കുറിച്ചും അതോടൊപ്പം കോൺഷ്യസ്ലി അല്ലാതെ അൺകോൺഷ്യസ്ലി ബയാസ്ഡ് ആവുന്നതിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ വരാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മുടെ പരീക്ഷകളിൽ ഉൾപ്പെടുത്തുന്നത്, അല്ലേ? അപ്പൊ ഇൻകറക്റ്റ് ആയിട്ട് ലേബിൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കുട്ടികളുടെ കോൺഫിഡൻസ്, അക്കാദമിക് ഗ്രോത്തും ഒക്കെ എന്ത് ചെയ്യാം, അവിടെ തടസ്സപ്പെടാം. അപ്പൊ യഥാർത്ഥ കുട്ടികളുടെ പ്രശ്നം എന്തെന്ന് കണ്ടെത്തി അതിനു വേണ്ട പരിഹാരം എത്രയും വേഗം കണ്ടെത്തുക എന്നതാണ് ടീച്ചറിന്റെ ജോലി. അടുത്ത ചോദ്യം,
Which of the following is not a way to promote diversity in the classroom? Classroom diversity promote ചെയ്യാൻ എന്താണ് വഴിയല്ലാത്തത് ഏതാണ്? Encouraging students to express their unique identities and cultures, adapting behavior based on stereotyping students according to their backgrounds and cultures, providing opportunities for students to interact with individuals from different backgrounds and cultures, incorporating a variety of perspectives and experience in the curriculum. എന്തൊക്കെയാ ഡൈവേഴ്സിറ്റി പ്രൊമോട്ട് ചെയ്യാനുള്ള വഴിയല്ലാത്തത്? കുട്ടികളുടെ യൂണിക് ഐഡന്റിറ്റീസ് എക്സ്പ്രസ് ചെയ്യാനും കൾച്ചർ എക്സ്പ്രസ് ചെയ്യാനും അവരെ എൻകറേജ് ചെയ്യുക. അടുത്ത എന്താണ്? സ്റ്റീരിയോ ടൈപ്പിംഗ്, അതായത് അവരുടെ ബാക്ക്ഗ്രൗണ്ടും കൾച്ചറും അനുസരിച്ചുള്ള ബിഹേവിയർ അവരെ അഡാപ്റ്റ് ചെയ്യാൻ പറയുക. കുട്ടികൾക്ക് തമ്മിൽ ഇന്ററാക്ട് ചെയ്തുകൊണ്ട് പല ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവരും കൾച്ചറിലുള്ളവരോടുമായിട്ടും ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കുക. അടുത്ത എന്താണ്? പല പെർസ്പെക്ടീവ്സ് എക്സ്പീരിയൻസും കരിക്കുലത്തിൽ കൊണ്ടുവരിക. നമ്മുടെ ആ ഒരു സ്റ്റീരിയോ ടൈപ്പിംഗിന്റെ കാര്യം വന്നപ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു അല്ലേ? ഡൈവേഴ്സിറ്റി പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് എന്താണ് സ്റ്റീരിയോ ടൈപ്പിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലേ? അപ്പൊ അത് തന്നെയാണ് അവിടെ ആൻസർ വരിക. അഡാപ്റ്റിംഗ് ബിഹേവിയർ ബേസ്ഡ് ഓൺ സ്റ്റീരിയോ ടൈപ്പിംഗ് സ്റ്റുഡൻസ് അക്കോർഡിംഗ് ടു ദിയർ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് കൾച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും ഇവിടെ ആപ്റ്റ് അല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റീരിയോ ടൈപ്പിംഗ് സ്റ്റുഡൻസ് റീഇൻഫോഴ്സസ് ഡിസ്ക്രിമിനേഷൻ. കുട്ടികളെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്താൽ ഡിസ്ക്രിമിനേഷൻ എന്താണ്? വീണ്ടും ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഡൈവേഴ്സിറ്റി ഇൻക്ലൂഷനെ പ്രൊമോട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is the correct match of learning disability and challenge caused by? Learning disabilities കൊടുത്തിട്ടുണ്ട്, അതിന്റെ ചലഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യും. Dysgraphia, impact fine motor skills and spelling. Dyslexia, impacts ability to learn numbers and arithmetic operation. Dyspraxia, impacts ability to see, hear and talk properly. Dyscalculia, impacts ability to read and language processing skill. ഇവിടെ കറക്റ്റ് ആയിട്ട് മാച്ച് ആയിരുന്നത് ഏതാണ്? ഡിസ്ഗ്രാഫിയ ആണല്ലേ. അപ്പൊ എന്താണ് ഗ്രാഫിയ? എഴുത്തുമായി ബന്ധപ്പെട്ട വൈകല്യമായിരുന്നു. ഇറ്റ് ഇമ്പാക്ട് ഫൈൻ മോട്ടോർ സ്കിൽസ് ആൻഡ് സ്പെല്ലിംഗ്. ഫൈൻ മോട്ടോർ സ്കിൽസ്, പെൻസിൽ പിടിച്ച് എഴുതുന്നതല്ലേ. അപ്പൊ അതുപോലെ സ്പെല്ലിംഗ് ഇതിലൊക്കെ വരുന്ന ഒരു പ്രോബ്ലമാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയൊന്നും നമുക്ക് ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്യാം. ഡിസ്ഗ്രാഫിയ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. ഡിഫിക്കൽട്ടി ഇൻ ഹാൻഡ് റൈറ്റിംഗ്, സ്പെല്ലിംഗ് ആൻഡ് റിട്ടൺ എക്സ്പ്രഷൻ. ഡിസ്ലെക്സി എന്താണ്? റീഡിംഗ് ആൻഡ് ലാംഗ്വേജ് പ്രോസസിംഗ് ഡിഫിക്കൽട്ടി, വായിക്കാനും ലാംഗ്വേജ് പ്രോസസ് ചെയ്യാനുമുള്ള ഡിഫിക്കൽട്ടിയാണ്. ഡിസ്കാൽക്കുലിയ, ഡിഫിക്കൽട്ടി വിത്ത് നമ്പേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സ്, നമ്പേഴ്സും മാത്തമാറ്റിക്സും ആയിട്ടുള്ള ഡിഫിക്കൽട്ടി. ഡിസ്പ്രാക്സിയ, ഡിഫിക്കൽട്ടീസ് വിത്ത് മോട്ടോർ കോർഡിനേഷൻ ആൻഡ് പ്ലാനിങ് മൂവ്മെന്റ്സ്. നമുക്ക് എന്താണ്? മോട്ടോർ കോർഡിനേഷൻസ് അല്ലെ, എന്താണ് നമ്മുടെ ശരീരത്തിന്റെ ചലനങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനും മൂവ്മെന്റ്സ് പ്ലാൻ ചെയ്യാനുമുള്ള ബുദ്ധിമുട്ടാണ് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് എത്ര ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിച്ചു എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് മറ്റൊരു സെക്ഷനിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു all.